ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു ആൾക്കും ഉണ്ടാക്കാൻ പറ്റിയ, കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ 1 ലിറ്റർ പാലും അതിലേക്ക് ഒരു 400 മില്ലി വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അത് ഇളക്കി തന്നെ തിളപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പാട പോലെയുള്ളത് അടിയിൽ പിടിക്കും. അപ്പോൾ പായസത്തിന് വേറെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാൽ നന്നായിട്ട് ഇളക്കി തന്നെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ പാലട മിക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടോ, പാലട സൂപ്പർ നോവയുടെ പാലട മിക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മിക്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഏത് ആൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണിത്. കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ പാല് നന്നായി ഒന്ന് തിളച്ച് വരണം. നമുക്ക് ഓണത്തിനൊക്കെ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണിത്. നമ്മുടെ പാലുവട ഏകദേശം വരുന്ന തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പാല്. ഈ പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പാലയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം അതിലുണ്ട്. പഞ്ചസാര, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അട എല്ലാം അതിൽ മിക്സായി വരുന്നതാണ്. അതുകൊണ്ട് ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അതെല്ലാം അടി പിടിക്കും. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് വേവ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വരികയും ചെയ്യും. നന്നായിട്ട് ഇളക്കിയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പായസം അടിയിൽ പിടിച്ചാൽ അതിൽ ടേസ്റ്റ് പോകും. നമ്മുടെ ഇത് നന്നായിട്ട് ഈ പാലിൽ കിടന്നിട്ട് തന്നെ ഈ അട നന്നായിട്ട് വെന്ത് വരണം. അതിനാണ് ഒരു 25 മിനിറ്റ് എന്തായാലും വേണം. അപ്പോഴാണ് ആ അടയുടെ കറക്റ്റ് വേവ് ആവുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ വേവിച്ചെടുക്കുക. നമ്മുടെ അടവട വരുന്നതിനനുസരിച്ച് തിക്കായി വരികയും ചെയ്യും. ഞാനെടുത്ത പാലുവട കറക്റ്റായിട്ട് ഈ അടയുടെ മിക്സിന് കറക്റ്റാണ്. 1 ലിറ്റർ പാലിക്ക് 400 മില്ലി വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ എടുത്താൽ ഈ പാലട മിക്സിന് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇത് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെന്ത് ഏകദേശം ഒരു തിക്കായി വരുന്ന ടൈമിൽ നമുക്കൊരു ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയി